രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ നമ്മൾ തുടരണമെങ്കിൽ കൃത്യമായ അക്കോമഡേഷൻ ഉണ്ടാവണം. ഇത് ഞാൻ വളരെ ഓപ്പണായിട്ട് പറയുന്നതാണ്. അതായത് അത് സാമ്പത്തികമായിട്ടാണെങ്കിലും അക്കോമഡേഷൻ, കാരണം നമുക്ക് ജീവിക്കണം. ഞാൻ ആ രീതിയിൽ ജീവിച്ചു വന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ലൈഫ് കൊണ്ടിട്ട് ഞാൻ കോൺഗ്രസ് എന്ന് പറയുന്നത് നാഷണലിസ്റ്റ് പാർട്ടിയാണ്, BJP എന്ന് പറയുന്നത് നാഷണലിസ്റ്റ് പാർട്ടിയാണ്. ഇന്ത്യയിൽ എവിടെ ചെന്നാലും അതിൻ്റെ റെസ്പെക്റ്റും അതിൻ്റെ വാല്യൂ നമുക്കുണ്ടാവും. ഇതിൽ നമുക്കതില്ല. പിന്നെ അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബോർഡോ സെൻട്രലിൻ്റെ ഏതെങ്കിലും ബോർഡോ കാര്യങ്ങളോ നമുക്ക് വേണ്ടി അത് ചോദിച്ചു വാങ്ങണം. കാരണം നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് ഈ തീരുമാനം യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഈ തീരുമാനം എടുക്കാനുള്ള കാരണം നിലപാടുകളുടെ നമ്മുടെ രാജകുമാരൻ അഖിൽമാരാർ ഇങ്ങനെ ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവനക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ കരി മേടിക്കണ്ടേ, അതിനും വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ചത്ത പാർട്ടിക്കൊക്കെ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാര്യമില്ല എന്നുള്ള അഖിൽമാരാറിന് അറിയാമല്ലോ. കൊട്ടാരക്കര അവിടുത്തെ സീറ്റ് കൊടുക്കും ചെയ്തിട്ടില്ല. പിന്നെന്താ ചോദിച്ചാൽ കൊട്ടാരക്കര സീറ്റ് കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ചോദിക്കുക, ഇതൊക്കെ സർവ്വസാധാരണ സ്വാഭാവികമുള്ള കാര്യമല്ലേ. അഖിൽമാരാറിന് വേറെ ഫെയിമൊന്നുമില്ലല്ലോ, ഉള്ള ഫെയിമെല്ലാം വെച്ചിട്ടല്ലേ ഇതിൽ മുങ്ങിയത്. ഇപ്പോൾ ചാണത്ത് മൂവും ചെയ്തു, ഇപ്പോൾ എണീക്കാനും പറ്റുന്നില്ല. എണീറ്റിട്ടാണെന്നുണ്ടെങ്കിൽ നേരെ പൊന്തുന്നുമില്ല. അതിന് അഖിൽമാരാറിനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അഖിൽമാരാർ ഒരു സാധാരണക്കാരനല്ലേ.